ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ കൂടെ ചെയ്യണ്ടേ. അപ്പോൾ ഇതിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ചെറുത്, അതുകൊണ്ട് ഞാൻ 3 ഒരുമിച്ചാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യന് ചെക്ക് വെദർ x-1 ഈസ് എ ഫാക്ടർ ഓഫ് 3x³ - 2x² - 3x + 2. x-1 ഈ പൊളിനോമിയലിന്റെ ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫാക്ടർ ആണെങ്കിൽ എന്നായിരിക്കും ഇതിന്റെ ആൻസർ? അതായത് P(1) ഇട്ട് ചെയ്യുമ്പോൾ x-1 ആണ് ഫാക്ടർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിട്ട് ചെയ്യണം? P(1) ഇട്ട് ചെയ്യുമ്പോൾ ആൻസർ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഫാക്ടർ. നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ആണ് P(x) എന്ന് എഴുതുവാണേ 3x³. ഇത് സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയൽ ആണോ? അല്ല, ഇത് തേർഡ് ഡിഗ്രി പൊളിനോമിയൽ ആണ്. എങ്ങനെ മനസ്സിലായി തേർഡ് ഡിഗ്രി ആണെന്ന്? പവർ വന്നിരിക്കുന്നത് 3 വന്നിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഇത്രയുള്ളതായിരുന്നു, സെക്കൻഡ് വരെയുള്ള സ്ക്വയർ വരെയുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം തേർഡ് ഡിഗ്രി പൊളിനോമിയൽ. അതൊന്നും നോക്കണ്ട, നമുക്ക് x-1 ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? P(1). എക്സിന്റെ എല്ലാ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം 3 × 1³ - 2 × 1² - 3 × 1 + 2. സൈൻ എല്ലാം അവിടെ കിടക്കുന്ന സൈനുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു 1³ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പൊ 3 × 1 എത്രയാ? 3. സൈൻ ഇവിടെ 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ 2 × 1 2. ഇനി 3 - 3 × 1 3 + 2. ഓക്കെ, ഞാൻ പ്ലസ് എല്ലാം കൂടെ ആഡ് ചെയ്യും. ആരൊക്കെ പ്ലസ് ഉണ്ട്? 3 പ്ലസ് 3യും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പൊ 3 + 2 5. അത് കഴിഞ്ഞു. ഇനി മൈനസ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആരെയാണ്? -2 -3. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ. ഓക്കെ, അപ്പം 3 + 2 5. 5 - 5 = 0. അപ്പൊ P(1) ഇട്ട് ചെയ്തപ്പോൾ ആൻസർ 0 വന്നു. 0 വന്നാൽ ഇറ്റ് ഈസ് എ ഫാക്ടർ. അപ്പൊ നമുക്ക് എഴുതാം P(1) = 0. Therefore x-1 is the factor. സിമ്പിൾ ആയിട്ടുള്ള ഓർമ്മയല്ലേ ഇത്? 1 മാർക്കിനൊക്കെ ഉള്ളതാണ്. ഇതുപോലുള്ള വരും. അപ്പം നിങ്ങൾ ഇത് നോക്കണേ. സൊല്യൂഷൻസ് മാത്രം കാണാനല്ല, അല്ലെങ്കിൽ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് മാത്രം കാണാനല്ല, ഇതുപോലുള്ളതും വരും. ഇതുപോലെ തന്നെയുള്ളതാണ് സെക്കൻഡ് വൺ. നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് x-1 ഈസ് എ ഫാക്ടർ ഓഫ് x13 - 1. ഇത് തന്നെ x-1 ഫാക്ടർ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇത് = 0. P(1) ഇടുമ്പം 0 ആൻസർ കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ P(x) എഴുതുവാണ്. P(x) ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? x13 - 1. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് x-1 ഫാക്ടർ ആണോ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? P(1) കണ്ടുപിടിച്ചാൽ മതി. എക്സിന്റെ സ്ഥാനത്തെല്ലാം എന്തിടും? 1 ഇടും. ഇനി 1/13 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാ? 1 തന്നെയല്ലേ. 1നെ എത്ര തവണ പവർ ചെയ്താൽ ആൻസർ 1 തന്നെയാണ്. -1. 1 - 1 = 0. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ ഫാക്ടർ. നമ്മൾ പ്രൂവ് ചെയ്തു. therefore എന്നെ എഴുതി വെച്ചാൽ മതി x-1 നിങ്ങൾ എഴുതണം. ഞാൻ ഇപ്പൊ എഴുതുന്നില്ല. x-1 ഈസ് എ ഫാക്ടർ ഓഫ് x13 - 1. ഓക്കെ, അപ്പൊ സെക്കൻഡിന്റെ ആൻസറും കിട്ടി. അപ്പൊ ഇതുപോലുള്ളത് വന്നാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യുമെന്ന് എനിക്കറിയാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, തേർഡ് വൺ നോക്കാൻ. ഇഫ് x- ഈസ് ടു ബി എ ഫാക്ടർ ഓഫ് P(x) = a. അപ്പൊ ഞാൻ എഴുതട്ടെ, ഒന്ന് എഴുതാം. P(x) = a² + 4ax - 4a - 1. P(x) is a x- is a factor എന്നാ പറഞ്ഞേ. x-1 സോറി, അത് കൺഫ്യൂഷൻ ആയല്ലോ. x-1 is a factor എന്നാ പറഞ്ഞേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? P(1) ഇടുമ്പോൾ ഇതിന്റെ ആൻസർ എന്നതായിരിക്കും? 0 ആയിരിക്കും. ഫാക്ടർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മറ്റു 2 കേസിൽ നമ്മൾ ഫാക്ടർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി അതേ = 0 നമ്മൾ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം P(1) എന്നതായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് P(1) = ഇതിന്റെ എല്ലാം എക്സിന്റെ സ്ഥാനത്ത് മാത്രം 1 കൊടുക്കുക. അപ്പൊ ഇതെന്താണ്? a². എക്സിന്റെ സ്ഥാനത്ത് എന്നാ കൊടുക്കണം? 1² + 4 × a അല്ലേ, ഒരു ടേം അല്ലേ, മനസ്സിലാകാനാണ്. ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1 മൈനസ് ഇവിടെ വല്ലതും ഉണ്ടായിരുന്നോ? അത് അതുപോലെ തന്നെ കിടക്കട്ടെ അല്ലേ. -4a + 1. അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് ഇത് = എന്നാന്ന് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഇത് നോക്കിയേ, a² × 1². 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പം a² × 1 എത്രയാണ്? a² തന്നെ. ഇവിടെ
4 ഇൻറ്റു എ ഇൻറ്റു 1 എന്ന് പറയുമ്പം സൈൻ എന്നാ ഇവിടെ 4. ഇവിടെ എന്നാ കിടപ്പുണ്ട് -4 -1 ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഞാൻ എക്സിന്റെ സ്ഥാനത്ത് മാത്രം, മറ്റേത് എ ആണ്, വേരിയബിൾ എ ആണ്, മറ്റേ എക്സിന്റെ സ്ഥാനത്ത് മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം കൊടുത്തപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിയേ +4a -4a ഇത് രണ്ട് ക്യാൻസൽ ആയി പോകത്തില്ലേ? സെയിം വാല്യൂസ് ആണ് അല്ലേ, സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ആര് കിടപ്പുണ്ട്? a² - 1 ഇസ് ഈക്വൽ ടു 0. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. a² - 1 ഇസ് ഈക്വൽ ടു 0. എന്നോട് എഴുതട്ടെ ബാക്കി. ദാറ്റ് ഈസ് എ ഒറ്റയ്ക്കാക്കുമ്പം a² ഇസ് ഈക്വൽ ടു ഈ -1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, -1 ഇപ്പുറത്ത് വരുമ്പോൾ എന്നാകും 0 + 1 എന്ന് പറഞ്ഞാൽ എന്നാ 1 എന്ന് തന്നെയല്ല അർത്ഥം. അപ്പൊ a² ഇസ് ഈക്വൽ ടു 1. അപ്പൊ എ കാണണമെങ്കിലോ, എ കാണണമെങ്കിൽ √1. a² 1 ആണ്. ഇതിന്റെ എ സ്ക്വയർ മാറ്റണമെങ്കിൽ ഇപ്പോഴത്തെ സ്ഥലത്തിന് എന്ത് കണ്ടാൽ മതി? റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. 1ന്റെ റൂട്ട് തന്നെ, 1ന്റെ റൂട്ട് എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു +1 or -1. എന്താ +1 or -1 എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാവോ? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നോക്കിയേ, എയുടെ വാല്യൂ നമുക്ക് കിട്ടി ഇങ്ങനെയാണ്, a² ഇസ് ഈക്വൽ ടു 1 എന്നാ അല്ലേ. അപ്പം എയുടെ വാല്യൂ -1 ഇട്ടാലും -1ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 1 തന്നെയാ ആണോ? മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പ്ലസ് ആകും. 2 -1 ഇൻറ്റു -1 എന്നാ. അപ്പൊ -1 ഇൻറ്റു -1 ആകും, പ്ലസ് ആകും. ഇനിയും വെറും 1 ഇട്ട് അതിനെ സ്ക്വയർ ചെയ്താലും 1. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്? +1 or -1. അതായത് a² ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് a ഇസ് ഈക്വൽ ടു √1. √1 എന്ന് പറഞ്ഞാൽ +or -1 എന്നാണ്. അതായത് മൈനസിനെ സ്ക്വയർ ചെയ്താലും പ്ലസിനെ സ്ക്വയർ ചെയ്താലും നമുക്ക് വാല്യൂ എത്ര തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. അപ്പൊ വാല്യൂ ഓഫ് a ഇസ് ഈക്വൽ ടു +1 or -1 അല്ലേ. സിമ്പിളായിട്ടുള്ള 3 പ്രോബ്ലമാണ്. 1 മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പഠിക്കണേ, പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിക്കുക. ഇപ്പോൾ എക്സാം അടുത്തല്ലോ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ മക്കളെ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും കേട്ടോ. താങ്ക് യു.